പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, ഇപ്പോഴും അമ്മമാര് പറയാറുണ്ട് ഉമിക്കരിയാണ് നല്ലത്, ഉമിക്കരി വെച്ച് തയ്ച്ചാൽ പല്ല് കൂടുതൽ വെളുക്കും, പേസ്റ്റിനേക്കാളും നല്ലതാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആ രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഉമിക്കരിയാണോ പേസ്റ്റ് ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഞാൻ പേസ്റ്റ് പേസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്യാറല്ലേ? കാരണം വെച്ചാലേ പണ്ട് നമ്മൾ ഫോണിൽ വിളിച്ചോണ്ടിരുന്നു, നമുക്ക് മൊബൈലിൽ റേഡിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ഫോണാണോ ഉപയോഗിക്കുന്നത്? ഏത് ടെലിഫോണാണോ ഉപയോഗിക്കുന്നത്? ടെലിഫോൺ അല്ല, മൊബൈലാണ് മൊബൈലല്ലേ യൂസ് അതെ. ചെയ്യുന്നത്? അതെന്താ മറ്റേ അല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഈ ഉമിക്കരി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഞാൻ ഒന്നിനെതിരായിട്ടല്ല, നമുക്ക് ഓരോ ടെക്നോളജി മുമ്പോട്ട് പോകുന്നു. പേസ്റ്റ് പണ്ടില്ല. ഇറ്റ്സ് എ ഗുഡ് ഫോം ഓഫ് അബ്രസീവ് പ്ലസ് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഡിറ്റർജന്റ് എഫക്റ്റ് ഉള്ള സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ ഹ്യൂമെക്ടൻസും ഒക്കെ ഉള്ള ഒരു സയന്റിഫിക്കലി ഫോം ചെയ്തിട്ടുള്ള കാര്യമാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഉമിക്കരിയാണെന്ന് നമുക്ക് സൗകര്യമെങ്കിൽ യു ക്യാൻ ട്രൈ, നോബഡി സേസ് നോ ടു യു. ഞാൻ ചോദിച്ചത് ഏതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട്, യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നതും എഫക്റ്റീവ് എന്ന് പറയുന്നതും രണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ വിരൽ വെച്ചിട്ടാണ് ഉമിക്കരി തേക്കുന്നതെങ്കിൽ എത്ര എഫക്റ്റീവ് ആയിട്ട് പല്ലിന്റെ ഇടയിലുള്ളത് പോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇതിൽ അഴുക്കിരിക്കുന്നത് പോകണമല്ലോ. ഇത് വെളുക്കുക എന്നുള്ളതല്ല നമ്മുടെ പല്ല് തേക്കുന്നതിന്റെ ഉദ്ദേശം. പല്ല് വെളുപ്പിക്കുക എന്നുള്ളതല്ല, അഴുക്ക് പോകണം എന്നുള്ളതാണ്. ബ്രഷ് മിനിമം യൂസ് ചെയ്യണം. ബ്രഷിൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് പല്ല് തേക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മെക്കാനിക്കലി സംഭവങ്ങൾ റിമൂവ് ചെയ്യാം. പേസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അവിടുത്തെ ക്ലീനിങ് കപ്പാസിറ്റി കുറച്ച് കൂട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉമിക്കരിയാണ് അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ അബ്രേസീവ് നേച്ചർ കുറച്ച് കൂടുതലാണ്. ഉമിക്കരിയുടെ അബ്രേഷൻ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇനാമൽ പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്.